കോപിക്കുന്നത് പാപമാണോ? അല്ല. പക്ഷെ കോപിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളുമാണ്. സ്തോത്രം. അത് വെച്ചോണ്ട് ഒരു രാത്രി കിടന്നാൽ അന്ന് രാത്രി മുഴുവൻ ആ കോപിച്ച വിഷയത്തിൻ്റെ അകത്ത് നാളെ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കണക്കുകൂട്ടലുകളാണ്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പറഞ്ഞു തീർത്ത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ പേര് കൂട്ടായ്മക്കാരെന്ന്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെക്കാൾ കൂട്ടായ്മ ബന്ധം അധികം പുലർത്തുന്നവരാ ദൈവമക്കൾ. എസ്പെഷ്യലി ഫെയ്ത്ത് സിറ്റി ചർച്ചിനോടുള്ള ബന്ധത്തിൽ ചോദിച്ചാൽ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും കൂടി വരാനുള്ള കൂട്ടായ്മകളുണ്ട്. സ്തോത്രം. അല്ലേ? ഞായറാഴ്ചയുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ഹൗസ് ചർച്ചുണ്ട്. സ്തോത്രം. ഇതിൻ്റെ ഇടയിൽ സെല്ലുണ്ട്. അപ്പോൾ 5 ആയി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം കൂട്ടായ്മയാണ്. പക്ഷേ ഈ കൂട്ടായ്മ ചില കാരണങ്ങൾ കൊണ്ട് മുടക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മുടക്കിയത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് എന്തില്ല? പ്രതികാര മനോഭാവമില്ല, കോപിക്കുന്ന സ്വഭാവമില്ല, പിണങ്ങുന്ന സ്വഭാവമില്ല, വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമില്ല. കാരണം അതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവന് മറ്റൊന്നിനും എന്നിൽ വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പോൾ പ്രതികാര സ്വഭാവമുള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രതികാരം ദൈവത്തിനുള്ളതെന്ന്. ദൈവമക്കളെ വിട്ടുകൊടുത്തേക്കണം. സ്തോത്രം പറഞ്ഞിട്ടങ്ങ് വിട്ടുകൊടുത്തേക്കണം. ബാക്കി ദൈവം ചെയ്തോളും. ഞാൻ പറയട്ടെ, നമുക്ക് വിരോധമായി നിൽക്കുന്നവരെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന ദൈവമാണ് കേട്ടോ. ശത്രുക്കളെ മിത്രമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ സ്തോത്രത്തോടെ പറയണം, എനിക്കൊരു ശത്രുവുമില്ല, മനുഷ്യരാരും എൻ്റെ ശത്രുക്കളല്ല. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള ഇരുട്ടിൻ്റെ ശക്തികളുണ്ട്, ദുഷ്ടപിശാചുണ്ട്. ഞാൻ അവനെതിരായിട്ടാണ് നിന്ന് പോരാടുന്നത്. ഒരു മനുഷ്യരോടുമല്ല. അവരോട് ഞാൻ കോപിക്കത്തില്ല, അവരോട് ഞാൻ പ്രതികാര മനോഭാവം വെക്കത്തില്ല. പക്ഷെ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനോട് പോരാടുവാനുള്ള ശക്തി എനിക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? കരമുയർത്തിയ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം.